അമ്പോ ഇവ എന്നെയും കൂടി കൊലയ്ക്ക് കൊടുക്കൂല. എടക്ക് മരക്കഴുത ഈ പോയത് നീ എന്ത് പറഞ്ഞത്? മന്ത്രി പോയെന്നോ? എടാ ജയിലിൽ കിടന്ന അഴിയ. എടാ എന്നെയും കൂടി നീ ജയിലാക്കൂലടാ. എടാ മന്ത്രി എന്ന് പറയരുത്, ബഹുമാനപ്പെട്ട മന്ത്രി പോയി എന്ന് പറയണം. എൻ്റെ ഭഗവാനെ, എടാ നീ ഇത്രയും കാലമായിട്ട് നീ ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? എടാ 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 കഴുതേ, എടാ ഈ ഇദ്ദേഹം ആരെന്നറിയാമോ? എൻ്റെ അപ്പോ അഞ്ചാറ് കവർ കപ്പലണ്ടി വിട്ട് കോടീശ്വരനായ മന്ത്രിയാണ് ഇദ്ദേഹം. അമ്പമ്പ കോടി, ഭയങ്കര കോടീശ്വരൻ. പിന്നെ കപ്പലണ്ടി വിറ്റ് അമ്മ ഇത് കോടീശ്വരനാകുമോന്നാ? എൻ്റെ ഭഗവാൻ, എടാ നീ ഈ നാട്ടിലല്ലേടാ ജീവിക്കുന്നത്? എടാ എടാ കഴുതേ, അല്ലക്കുരുവിൻ്റെ സൈസ് നിനക്കറിയാമോ? ഇത്രയുള്ള അല്ലക്കുരുവല്ലേ? ആ അല്ലക്കുരുവല്ലേ വളർന്ന ഒരു വലിയ ആഞ്ഞിലി മരമാവുന്നത്? അത് എടാ പിടിച്ചാ പിടി പറ്റുന്ന അതാണ് ആഞ്ഞിലി മരം. ഇങ്ങനെയാണടാ, അതാണ് പറഞ്ഞത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അത് കപ്പലണ്ടി വിറ്റാലും നമുക്ക് കോടീശ്വരനാകാം. ആഞ്ഞിലിക്കുരു ആഞ്ഞിലാകുന്നത് പോലെയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇപ്പം രക്ഷപ്പെട്ടു. ആരെങ്കിലും പോലീസുകാരാ വല്ലതും കേട്ടിരുന്ന് നീയും അകത്താവും ഞാനും അകത്താവും. മന്ത്രിമാരാരെങ്കിലും പെയ്യാൽ ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് വിളിക്കണം. എടാ എന്തടാ കഴുത, എടാ പേപ്പറെങ്കിലും വായിരടാ, പത്രമെങ്കിലും വായിരല്ലേ. നീ ടെലിവിഷൻ കാണുന്നില്ലേ? ഈ പോട്ട് ഇപ്പം ആരും കേട്ടില്ല. ഇനി നീ എന്ത് ചെയ്യണം? ബഹുമാനം എന്ന് ചേർത്ത് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി